ഹലോ എവ്രി വൺ, ഇത് ടീക്ക് ലാൻഡ് റൈഡേഴ്സിൻ്റെ നമ്മുടെ ബിഗ് ബി ആയിരിക്കുന്ന ജൂഡ്സൺ ബ്രോൻ്റെ റൈഡിൻ്റെ സ്റ്റോറിയാണിത്. ജൂഡ്സ് ബ്രോ എന്നായിരുന്നു ജൂഡ്സ് ബ്രോന് ഈ റൈഡിന് പോകണം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഇത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് എന്നായിരുന്നു ജൂഡ്സ് ബ്രോന്? ആക്ച്വലി എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ടൂ വീലറോടെ എനിക്ക് ക്രേസി. അന്ന് മോട്ടോർ സൈക്കിളൊന്നുമില്ല, അന്ന് സൈക്കിളായിരുന്നു. അന്ന് എൻ്റെ ഫസ്റ്റ് ടൂ വീലർ റൈഡ് എന്ന് പറഞ്ഞാൽ അതിരമ്പള്ളിയായിരുന്നു. ഷോളിയർ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. പക്ഷേ എടുക്ക് വെച്ച് ചില ടെക്നിക്കൽ റീസൺ കൊണ്ട് എൻ്റെ അത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് തിരിച്ചിറങ്ങേണ്ടി വന്നു. അതിനുശേഷം ഞാൻ നാട് വിട്ട് ജോലിക്കായിട്ട് ഖത്തറിലേക്ക് പോകണം. പിന്നെ പല രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2019 ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അതായത് ഒരു റൈഡ് പോകണം. അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂട്യൂബ്, ആക്ച്വലി അങ്ങോട്ട് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കുറേ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂട്യൂബിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പല വ്ളോഗേഴ്സിൻ്റെയും പല ഈ ഓൾഡ് റൈഡ് അടിച്ച ടീമിൻ്റെയും ഇതെല്ലാം ഗ്യാദർ ചെയ്തു. അതിനെക്കുറിച്ച് ഒരു ചെറിയ പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഞാൻ 2020 ഒരു സോളോ റൈഡാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനുമായിട്ട് ഞാൻ വണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ എന്താ പറയുക, അൺഫോർച്യുനേറ്റ്ലി മറ്റേ കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് എൻ്റെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഞാൻ ഇത് എന്തായാലും എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇതായിരുന്നു, എപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും ഇതാണ്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്തിലേക്കാണ് ഞങ്ങളുടെ ദേവിൻ്റെ ടീക്ക് ആൻഡ് ഹബിൻ്റെ ഒരു തലൈവൻ നമ്മുടെ എല്ലാം മണ്ണൻ സ്വന്തം ഒരു ബ്രദറിനെ പോലെയാണ് പുള്ളിയുടെ ആ ഒരു ആൾക്കാർക്ക് പെരുമാറുന്ന ആ രീതി ആയിട്ടെല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ എനിക്കറിയില്ല പുള്ളി ഇതുവരെ ഇങ്ങനെ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യണം. ഞാൻ ഓർത്ത് പുള്ളിയുടെ ഒരു ഓൺ ഇതായിരിക്കും പുള്ളി ഇങ്ങനെ സോളോ ആയിട്ടൊക്കെ പോകണേ. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട അറിയണം പുള്ളി ഇതുപോലെ 7 സീസൺ 7 കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ വർഷം ഇതിനേക്കാളും കൂടുതൽ റൈഡേഴ്സിനും കൂടി അതെ അതായത് നമ്മളൊരു ബാച്ച് തന്നെയുള്ളൂ. ഒരു ബാച്ചിൽ ഇത്രയും റൈഡേഴ്സ് ഫസ്റ്റ് ടൈമാണ് 25 ബൈക്സും ഒരു കാറുമായിട്ടുള്ള ആ ഒരു റൈഡിങ് ടീമായിട്ട് തന്നെ നമ്മൾ പോയത്. അതെ. അപ്പോൾ എൻ്റെ ആയിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനെ ഇതേപോലെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പുള്ളി അപ്പോൾ ഒരിക്കലും എന്നെ ഡിസ്കറേജ് ചെയ്തില്ല. പുള്ളി എന്നെ എൻകറേജ് ചെയ്ത് സാറിന് ഇതെങ്ങനെ കഴിയുമോ അവർ ദേ വിൽ നോട്ട് ടേക്ക് റിസ്ക് അങ്ങനെ പറഞ്ഞാൽ അതൊന്നും വിഷയമില്ല. ഞാൻ ഇതൊക്കെയാലും വലിയ കേസ് കഴിഞ്ഞ സീസണിൽ ഒരു എന്താ പറയുക ഫേസ് സ്പീക്കറുള്ള ഒരു വ്യക്തിയെ പുള്ളി കറുത്തിലേക്ക് കയറ്റി ഇറക്കിയതാണ്. അത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താ പുള്ളിയുള്ള ഒരു കോൺഫിഡൻസും ആ വിശ്വാസം എല്ലാം കൂടി. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഇതെൻ്റെ ഒരു ഡ്രീം റൈഡായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നു ഇത് നടത്തില്ല. പക്ഷെ അത് നടത്തി തന്നതിന് പ്രത്യേകിച്ച് ദേബറോട് എനിക്ക് വളരെ അങ്ങേയറ്റം കടപ്പാടും എല്ലാവർക്കും നമ്മുടെ റൈഡിലുള്ള എല്ലാവർക്കും അതൊരു ബിഗ്ഗസ്റ്റ് കൈൻഡ് ഓഫ് ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു റൈഡ് പോകണം എന്നുള്ളത്. ജൂഡ്സൺ ബ്രോന് നമ്മുടെ ഉംലിംഗ്ല, അതായത് ഹയസ്റ്റ് മോട്ടറബിൾ ഇതായിട്ടുള്ള 19,024 ഫീറ്റ് വരെ ഓടിച്ചപ്പോൾ അപ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? എൻ്റെ ഒരു ലക്ഷ്യം അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അത് യു അച്ചീവ് ലൈക്ക് അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും റൈഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അത് കൂടുതലും ഇൻ ബിറ്റ്വീൻ പലപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും പല യങ്സ്റ്റേഴ്സ് വന്നത് അത് ചിലപ്പോൾ നിങ്ങളാരും ശ്രദ്ധിച്ചു കാണത്തില്ല. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് പല യങ്സ്റ്റേഴ്സ്, അങ്കിൾ യു ആർ അവർ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് ആ ഇത് നമ്മളുടെ ഒരു ഏജും നമ്മുടെ ലിമിറ്റേഷനൊക്കെ നമ്മളത് മറന്നു പോകും. അപ്പോൾ എൻ്റെ ഒറ്റ ഫോക്കസ് ഉണ്ടെങ്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പല ചില മൈനർ ആക്സിഡൻസും കാര്യങ്ങളും മറ്റേ എന്തെങ്കിലും നമ്മുടെ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുള്ളൂ, ജാക്കറ്റ്സ് ആയിട്ട് ഇറങ്ങുക. അതിൻ്റെ ആ സേഫ്റ്റി ലെവൽ നമ്മൾ ശരിക്കും എല്ലാവരും എന്ന് പറഞ്ഞ പോലെ ആ ഒരു
റൈഡിങ് ജാക്കറ്റ്സിന്റെ ആ സംഭവം യൂസ്ഫുൾ ആണെന്നുള്ളത് അത്രത്തോളം മനസ്സിലാക്കിയ ഒരു റൈഡും കൂടിയായിരുന്നു. അതെ, ലൈക്ക് പലതവണ ബൈക്ക് ഓടിക്കാറുണ്ട്, പല ഫോൾസും ഉണ്ടായെങ്കിലും ഒരു സ്ക്രാച്ച് പോലും ഇല്ല എൻ്റെ ശരീരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആരായാലും എനിക്ക് പറയാനുള്ളത് റൈഡിങ് ഗിയേഴ്സ്, അതായത് ഈ പറഞ്ഞ ഹെൽമെറ്റ്സ് ആയാലും നല്ല ഹെൽമെറ്റ് ഉപയോഗിക്കുക, നല്ല റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കുക. ഇറ്റ്സ് എ മസ്റ്റ്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിലെന്തായിരുന്നു അവസ്ഥ? അതായത് ഇത് പറയുമ്പോൾ ഓൾ ഇന്ത്യ വീട്ടിലെ കാര്യം വെച്ചാൽ എൻ്റെ വീട്ടിലെ വെച്ചാൽ അവർക്ക് എന്താണ് ഉള്ളില്ല എന്നുള്ളത് അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അവരിപ്പോഴൊക്കെ അധികം ഞാൻ ചുമ്മാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂർ പോയിക്കാണ്, എന്താ പറയുക, ഒരു ലക്ഷത്തിൽ പോലെ അവധിക്കുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും ഇതാണ് അടിച്ചു പൊളിച്ചോ, എങ്ങനെയാണ് ട്രിപ്പ്, ഇതൊക്കെ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ടൂറിസ്റ്റ് നമ്മുടെ ഫൈനൽ അത് അവർക്കറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് മദറായിട്ട് ഇങ്ങനെ മദറായിട്ട് അപ്പോഴാണ് മദറിനും ഇങ്ങനെ ആ ഒരു ഇതാണ് ഞാൻ മദറിനോട് പറഞ്ഞത്, ഇതാണ് സംഭവം, ഇതാണ് ഒരു ഇതല്ല, ഇത് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു, നമ്മൾ മറ്റേ മൗണ്ടനിൽ കൂടെയൊക്കെ പോകണം, ഇതൊക്കെ കാണിച്ചു കൊടുത്ത് മദർ ഭയങ്കര അതിശയി. ഷീസ് വെരി പ്രൗഡ് ഓഫ്. ഓക്കെ, പിന്നെ എൻ്റെ മകൻ നീലിനെ ഇതിനെക്കുറിച്ച് അറിയാം. ഈ പുള്ളിനെ കുറിച്ചൊക്കെ കുറേ ചെയ്തിട്ടുള്ളതാണ്. ഹി വാസ് വെരി സപ്പോർട്ടീവ്. അപ്പോൾ ഞാൻ വന്നേക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് അവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടുള്ള സാധനങ്ങളും ഈ പുള്ളിയാണ് എനിക്ക് സെറ്റപ്പ് ചെയ്ത് പോകും. ഈവൻ ഈ ടീച്ച് മീ ഹൗ ടു ഡു എഡിറ്റിംഗ്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല. അപ്പോൾ എനിവേ ഇറ്റ് ഈസ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. പിന്നെ നമ്മുടെ ലീഡർ ക്യാപ്റ്റൻ ഈസ് എ വെരി ബോൾഡ് ആൻഡ് ആള് അല്ലാതെ ഇമാതിരി റിസ്ക് ആരും എടുക്കുമെന്ന് എനിക്ക് തോന്നാറില്ല. അതായത് ഇങ്ങനത്തെ ഒരു റൈഡ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കുള്ള ആ ഒരു കറേജും മെയിനായിട്ട് പുള്ളിക്കുള്ള ആ ഒരു പാഷനാണ് ഞാൻ കണ്ടത്. കാരണം കുറേയൊക്കെ ആ ഒരു സിമിലാരിറ്റീസ് കുറെ എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് പുള്ളിയിൽ എനിക്ക് കുറേയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി. ലൈക്ക് ആ ഒരു പുള്ളിയുടെ ആ ഒരു എല്ലാവരെയും വിളിച്ച്, അതായത് ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ടോ പോകണമെങ്കിൽ എല്ലാവരും ഞാനാണ് വിളിച്ചു കൂട്ടി കൊണ്ടുപോകുന്നത്. ആ ഒരു ഇത് ദേവേട്ടനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും കണക്ട് ചെയ്തൊരു ഫാക്ടറാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിങ്കലിൽ എത്തിയപ്പോൾ എനിക്ക് ഫുള്ളിങ്ങനെ അഡ്രിനാലിൻ റഷ് ഇങ്ങനെ അടിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴായിരുന്നു ഒരു കപ്പിള് ജസ്റ്റ് അവിടെ വീണിട്ട് അവളുടെ ജസ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിരുന്നു. അപ്പൊ തന്നെ ഞാനും ദേവേട്ടനും ആ ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ, അതായത് ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അവരുടെ ആ ഒരു കൈൻഡായത് ആസ് എ ഡോക്ടർ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഉള്ളിംഗ്ലയിൽ വെച്ച്, അതായത് ഹയസ്റ്റ് ആ ഒരു പാസിൽ വെച്ച് ഒരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. അതായത് ഒരു ആന്റീരിയർലി ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ള ആ ഷോൾഡർ തിരിച്ച് ആ പൊസിഷനിലാക്കാൻ എന്നെ അസിസ്റ്റ് ചെയ്തത് പുള്ളിയായിരുന്നു, ദേവേട്ടനായിരുന്നു. ദേവേട്ടൻ്റെ ആ ഒരു ഇതും ലൈക്ക് എല്ലാം ഞാൻ ഈ റൈഡിലൂടെയാണ് ലൈക്ക് അത്രയും നമ്മൾക്ക് ഒരു ആൾക്കാരായിട്ട് കണക്ട് ആവണം ആ ഒരു ഫീൽ അടിച്ചത്. അപ്പൊ അതെനിക്ക് എന്താണ് ഇനിയും അവരുടെ ഒപ്പം റൈഡ് ചെയ്യാനുള്ള ആ ഒരു എനിക്കും ആ ഒരു ക്രേസ് കൂടുതൽ വന്നു. ജൂഡ്സൺ ബ്രോന് എന്താണ് ഇനി വന്ന യൂത്തിനോട് പറയാനുള്ളത്? റൈഡ് ആസ് എ റൈഡർ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ദോസ് ആർ പാഷൻ അബൌട്ട് ദിസ് റൈഡിങ്. കാരണം പലർക്കും ഈ ഡ്രീമുണ്ട് ചെയ്യണം, പക്ഷെ അത് ആക്ച്വലി അത് പലർക്കും അത് പോസ്റ്റിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ സപ്പോർട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഒരിക്കലും ഫ്രീ ആയിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് ടു അതാണ് നമുക്ക്. അപ്പോൾ ഇനിയുള്ള റൈഡ്സും അങ്ങനെ തന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റട്ടെ. കുറേ പേരുടെ ഡ്രീം റൈഡാണ്. ഇവരുടെ ഒപ്പം പോകാൻ എന്തുകൊണ്ടും ഞാൻ പറയും ധൈര്യത്തോടെ പോകാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു ടീമാണ്. കാരണം ദേവേട്ടൻ അങ്ങനെയാണ് എല്ലാവരും ജസ്റ്റ് നോക്കണത്, ആളെല്ലാവരും കൺട്രോൾ ചെയ്യണത് ആ ഒരു രീതിയിലാണ്. ആ രീതിയിൽ റൈഡ് വൈൻഡപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് ആ ഡേയ്സ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ റൈഡേഴ്സിന്റെ കംഫർട്ട് അനുസരിച്ചുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും നമുക്കത് വൈൻഡപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. ജൂഡ്സ് ബ്രോ, നമുക്ക് നോർത്ത് ഈസ്റ്റ് എങ്ങനെയാണ് അടുത്ത ഡിസംബർ? ഈ ഡിസംബർ അല്ല, 26 ഡിസംബറിൽ ഉണ്ടെന്നാണ് ദേവേട്ടൻ പറഞ്ഞത്. ആ ഏരിയയും കൂടി എനിക്ക് കവർ ചെയ്യണമെന്നുണ്ട്. ജൂഡ്സ് ബ്രോ എന്തായാലും തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഞാൻ അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. 99% ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ 1% എന്തെങ്കിലും അത് മനുഷ്യന്റെ ആ ഒരു അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ ഞാൻ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ സോ അതുകൂടി കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യ എല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം.
അപ്പോൾ നമ്മൾ രാഹുൽ എപ്പോഴും പറഞ്ഞല്ലേ, ഫസ്റ്റ് നമുക്ക് നമ്മളുടെ രാജ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അതാണ് സത്യം. അപ്പോൾ ജൂഡ്സൺ ബ്രോ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് ഷോ വിത്ത് ടീക്ക് ലാൻഡ് റൈഡേഴ്സ്. താങ്ക് യു ഫോർ ജോയിനിങ് us.